കഴിഞ്ഞ ഒരു കൊല്ലൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000, 20,000 ഒക്കെ വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെന്റ്. എന്നാൽ ഈ ഒരു സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും 30,000 അതൊക്കെ കൂടുതലൊക്കെ ബഡ്ജറ്റ് സെഗ്മെന്റ്. ബിക്കോസ് ആ ഒരു പ്രൈസിൽ കഴിഞ്ഞ കൊല്ലൊക്കെ 15,000 രൂപ 15,000, 20,000 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഇപ്പോൾ 30,000 രൂപയ്ക്കൊക്കെ അവർ കൊടുക്കുന്നത് ആ സെയിം സ്പെക്ക്, ബട്ട് വില കൂട്ടി വിൽക്കുന്നുള്ളൂ. സോ ഈ ഒരു സാഹചര്യത്തിലും വാങ്ങാൻ പറ്റിയ 30,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ടോപ്പ് 5 ഫോൺസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിയൽമിയുടെ GT70 എന്ന് പറയുന്ന ഡിവൈസ്. സോ ഈ ഒരു ഡിവൈസ് നമുക്ക് പെർഫോമൻസ് കൂടുതലായിട്ടുള്ള ഡിവൈസ് ആണ്. നിങ്ങൾ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഡിവൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാമെന്ന് വെച്ചിട്ട്. സോ ഇതിൽ നമുക്ക് MediaTek Dimensity 8400 എന്ന് പറയുന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും ഇവർ UFS 4.0 സ്റ്റോറേജ് തരുന്നത് വലിയൊരു കാര്യമാണ്. ആൻഡ് LPDDR5X റാമും വരുന്നുണ്ട്. സോ പെർഫോമൻസിൽ അത്യാവശ്യം നല്ലൊരു പീക്ക് ലെവലായിട്ടുള്ള സാധനമാണ് ഈ ഒരു സെഗ്മെന്റ് കിട്ടാമെന്ന് വെച്ചിട്ട്. ആൻഡ് ഇതിൽ 6.8 ഇഞ്ചിന്റെ ഒരു 120Hz സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്കിൽ 50 മെഗാ പിക്സൽ ഒരു മെയിൻ സെൻസറും സോണിഡ് സെൻസറും ആൻഡ് ഒരു അൾട്രാവൈഡ് വരുന്നുണ്ട് 8 മെഗാ പിക്സലിലെ. 32 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ ചാർജ് ചെയ്യാം. എന്നാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. IP69 റേറ്റിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഈ ഒരു ഡിവൈസ് ഞാൻ ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതലായിട്ടും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കിലാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു 31,999 ഈ സാധനം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും ബാക്കിയുള്ള ബാങ്ക് ഓഫീസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഈസിലി 30,000 താഴെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഗെയിമിംഗ് ഡിവൈസ് നോക്കുന്നവർക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റ്. നിങ്ങൾക്ക് ക്യാമറയിൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വിവോയുടെ T4 Pro എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട്. ഇതിന്റെ ക്യാമറ വരുന്നത് നമുക്ക് 50 മെഗാ പിക്സൽ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 13 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. 6500 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒറിജിനോയ്സ് 6 ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. സോ അതിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ആകാം. ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 120Hz ഒരു AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ക്യാമറ നല്ലതാവണം, അതുപോലെ തന്നെ നല്ല പോർട്രേറ്റ്സ് ഒക്കെ എടുക്കണം, അതുപോലെ തന്നെ വീഡിയോയും അത്യാവശ്യം തിരക്കില്ലാത്തത് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പോരമായിട്ട് വരുന്നത് നമുക്ക് ഇവിടെ UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ LPDDR4X റാം ആണ് വരുന്നത്. സോ അത്യാവശ്യം കുറച്ച് സ്ലോ ആവും ഡിവൈസ്, അതാണ് ഒരു പ്രശ്നം. അല്ലാത്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യും. ഗൈസ്, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, അതുപോലെ തന്നെ നല്ല ക്യാമറയും വേണം, ബാക്കി എല്ലാ കാര്യത്തിലും കുറച്ച് സെറ്റ് ആയിരിക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നത്തിങ് ഫോൺ 3A Pro. ഈ ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. അതാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ മെയിൻ സെൻസർ, 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് സെൻസറും അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 4Kയിലൊക്കെ വീഡിയോസ് എടുക്കാവുന്നതാണ്. അൾട്രാവൈഡ് സെൽഫി ക്യാമറ ഒഴിച്ച്. സെൽഫി ക്യാമറ 32 മെഗാ പിക്സൽ ക്യാമറയാണ്. നിങ്ങൾക്ക് 6.77 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ഇവിടെ കിട്ടും, 120Hz സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് തന്നെ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയും പിന്നെ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു പോരായ്മ. ആൻഡ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉള്ള കാര്യമാണ് ഇതിന്റെ ഡിസൈൻ, പ്രത്യേകിച്ച് ആ ഒരു ഗ്ലിഫ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈനിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഡിസൈൻ, ക്യാമറ ഒക്കെ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഗൈസ്, ബാക്കി ക്ലിപ്പ് ഞാൻ പിടിച്ചിരുന്നു, ബട്ട് മൈക്ക് ഓഫായി പോയ ഇടയിൽ, സോ വോയിസ് ഫുള്ളി മ്യൂട്ടായി. സോ അടുത്തൊരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഓൾറൗണ്ടർ ഫോണായിരിക്കും. അതായത് നമ്മുടെ മോട്ടോറോയുടെ Edge 70 Fusion എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോണിന് ഒരു 27,999 പ്രൈസ് ഒക്കെ വരുന്നുള്ളൂ. ഓഫറിന് അതിന് ഇനി വില കുറയാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ഫോണിൽ നമുക്ക് വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. അത് തന്നെ LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ചിപ്സെറ്റും റാമും സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ക്യാമറ ആയിട്ട് വരുന്നത് 50 മെഗാ പിക്സൽ മെയിൻ സെൻസർ ആണ്, OS സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 13 മെഗാ പിക്സൽ ഒരു അൾട്രാവൈഡ് സെൻസർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി സെൻസർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എല്ലാ ക്യാമറ വെച്ച് നമുക്ക് 4Kയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ 7000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിൽ വയ്ക്കുന്നുള്ളൂ. സോ ഈ ഒരു ഫോൺ മൊത്തത്തിൽ ഓൾറൗണ്ടർ ഉള്ള ഫോണാണ്. പിന്നെ ഇത് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും വരിക. സോ എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എസ്പെഷ്യലി ഇഷ്ടമില്ല.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുലുക്കുമ്പോൾ ഫ്ലാഷ് ഒക്കെ അടിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട്. മോട്ടോ സെക്യൂർ, മോട്ടോ ഫാമിലി, അങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് ഈ സാധനത്തിൽ വരുന്നുണ്ട്. സോ താല്പര്യമുള്ള അത് വാങ്ങിക്കാം. ഇനി സാംസങ് ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ സാംസങ് ഗാലക്സി M56 റെക്കമെൻഡ് ചെയ്യും. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ പോകുന്ന കേൾക്കുണ്ടായി. പിന്നെ സാധനം തിരിച്ചു വരില്ലെന്ന് പറയണ്ടായി. പെട്ടെന്ന് വാങ്ങിക്കുക. നല്ല ഫോണാണ്, നല്ല ഡിവൈസാണ്. സാംസങ്ങിൻ്റെ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെന്ന് എടുക്കാൻ പറ്റുന്ന ഡിവൈസാണ്. നമ്മുടെ എക്സിനോസിൻ്റെ 1480 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ സെൻസറും 8 മെഗാ പിക്സൽ അൾട്രാവൈഡും, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോയും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് മിക്ക എല്ലാ ക്യാമറച്ചും മാക്രോ ഒഴിച്ച്. സോ അത് നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിന് പോരായ്മ ഒരു 5000 mAh ബാറ്ററി ഉള്ളൂ എന്ന് മാത്രമാണ്. അല്ലാതെ നമുക്ക് LPDDR5X RAM UFS 3.1 സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. സോ അതും അത്യാവശ്യം നല്ല ഫോണാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. പിന്നെ നിങ്ങളുടെ ഈ ഫോൺസ് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.